കുട്ടിക്കാനത്ത് നിന്നും ഏലപ്പാറ വഴി വാഗമൺ എത്തിയിട്ട് അവിടുന്ന് പുള്ളിക്കാനം ഭാഗത്തേക്ക് പോകുന്നൊരു ബൈക്ക് യാത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പോകുന്ന വഴിയിലെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരു പീസ്ഫുൾ റൈഡ്. അപ്പോൾ എല്ലാവർക്കും പുതിയ ട്രിപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നത് കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ. കുട്ടിക്കാനത്ത് നിന്ന് നമ്മളിത് നേരെ വാഗമണിലേക്കാണ് പോകുന്നത്. ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് കേട്ടോ, ഏലപ്പാറ വഴി. അപ്പോൾ അതെ നമ്മുടെ മരീൻ കോളേജിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, എന്നാൽ വലിയ മഴ കിട്ടില്ല എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ പോകുന്നത്. എന്തായാലും പിന്നെ നമ്മൾ നമ്മുടെ മൈക്കും ആദ്യമായിട്ടൊന്ന് ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി. എനിക്കൊന്ന് ഞാൻ കുട്ടിക്കാനത്ത് വന്നിട്ട് കുറച്ച് നാളായി. കുട്ടിക്കാനത്ത് നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളായി വന്നിട്ട്. 2 ആഴ്ച മുന്നേ നമ്മൾ വാഗമൺ പുള്ളിക്കാനം ഭാഗത്തേക്ക് വന്നായിരുന്നു കേട്ടോ. ഇന്നും നമ്മൾ അങ്ങോട്ടേക്ക് പോകണം എന്നാണ് നമ്മുടെ പ്ലാനിങ് എല്ലാം സ്ഥിരം ഉള്ളതാണ്, നടക്കുമെന്നറിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ അജിൻകോട്ട് കേട്ടോ. നിങ്ങൾക്കറിയായിരിക്കും ഇവിടെ കുട്ടിക്കാനത്ത് ബിയറും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന ഒരു സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ ബാറും തുടങ്ങിയെന്ന് തോന്നുന്നു. ബാറും ഉണ്ട് ഇപ്പോൾ. ആദ്യകാലങ്ങളിൽ ബിയറും വൈനും മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ ബാറും ഉണ്ട്. അപ്പോൾ അതായത് നമ്മുടെ കിടിലം ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയൊക്കെ കോട ഇറങ്ങിയിരിക്കുന്നുണ്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 ആഴ്ച മുന്നേ പുള്ളിക്കാനം ഭാഗത്ത് വന്നായിരുന്നു. പക്ഷേ അന്ന് ഫുൾ മഴയും കോടമഞ്ഞുമായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിന് മുന്നേ ഒരു 4 വർഷം മുന്നേ ഞാൻ പുള്ളിക്കാനത്ത് വന്നിട്ടുണ്ട്. അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് വന്നപ്പോഴും നമുക്ക് സെയിം ക്ലൈമറ്റ് ആയിരുന്നു. അതായത് ഫുൾ മഴയും കോടമഞ്ഞും. അത് വേറൊരു ഫീലാണ്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഒരു ഫുൾ നല്ല, കാരണം പുള്ളിക്കാനത്ത് ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിൻറ്റ്സിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ലെന്നല്ല, പോയാൽ കാഴ്ചകളെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമേ പോയുള്ളൂ. പിന്നെ എസ് വളവിലും പോയി, പിന്നെ പുള്ളിക്കാനം കവലയിലും പോയി തിരിച്ചു വന്നു. പുള്ളിക്കാനം കവലയിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം അവിടെയും ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ കോടമഞ്ഞുമായിരുന്നു. അവിടെ തേയില നുള്ളുന്നുണ്ട് ആൾക്കാർ, ഉണ്ടോ. അപ്പോൾ നമുക്കെന്തായാലും യാത്ര തുടരാം. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഹെവി റെയിൻ ആകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബെത്തൽ പ്ലാന്റേഷൻസ്. അവിടെയൊക്കെ കോടമഞ്ഞ്. എൻ്റെ ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇത്തിരി മഴ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മഴ കുറയും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ആക്ച്വലി ജൂൺ 3rd വീക്കാണ്. 3rd വീക്കല്ല, 2nd വീക്കാണ്. എന്നിട്ടും ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട് നല്ലോണം. ഇനിയും കുറയും എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളൊക്കെ കേട്ടാണ് മറ്റേ എൽനിനോ ഏത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി റെയിൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഹെവി റെയിൻ ആണെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് മഴയുടെയും കോടമഞ്ഞിൻ്റെയും വീഡിയോ മാത്രം എടുത്തിട്ട് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം അല്ലേ. ഈ സ്ഥലം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാണ് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. അതായത് ഇതൊരു പഴയ പള്ളിയാട്ടോ, CSI ചർച്ച്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷ് സെമിറ്ററി ഒക്കെ ഉണ്ട്. അതായത് ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട് കേട്ടോ ഈ പള്ളി. നമ്മൾ മുമ്പ് വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ. ആദം ജോണിലൊക്കെ കാണിക്കുന്ന സെമിറ്ററിയൊക്കെ ഇതാണ്. ആദം ജോൺ മാത്രമല്ല, ഒരുപാട് സിനിമകളിലുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ അതാണ്. അപ്പോൾ ഈ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ, ഇവിടെ ഒരു എന്താ പറയുക, ഇപ്പോഴും ബ്രിട്ടീഷുകാരെ അടക്കിയിരിക്കുന്ന ഒരു സെമിറ്ററിയാണിത്. അതുപോലെ തന്നെ കേണൽ JD മൺട്രോയുടെ പോണി, അതിനെ ഇവിടെ അടക്കിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഏതെങ്കിലും ഒരു ഷെയ്ഡിൽ ഇറങ്ങി നിൽക്കേണ്ടി വരും, കാരണം മൊബൈൽ നനയുന്നുണ്ട്. ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും വെള്ളമില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെയൊന്നും മഴയില്ലായിരുന്നെന്ന് തോന്നുന്നു. അത്രയും ഹെവി ആയിട്ട് മഴ പെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇതിലും വെള്ളം ഉണ്ടായിരുന്നേനെ. ആ വെള്ളച്ചാട്ടത്തിലൊക്കെ വെള്ളം. അടിപൊളി കിടിലം വ്യൂ അല്ലേ. ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അവിടെ കണ്ടോ ടൈഫോയിഡ് ടീയുടെ ബോർഡ് കണ്ടോ. ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു സിപ്പ് ലൈൻ എന്തോ വരാൻ പോവാം കേട്ടോ. അത് ഇവിടെ ഒന്നും അവിടെ അങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും
അത് വരുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ മുമ്പ് ഒരിക്കൽ വാഗമണ്ണിൽ പോയ ഒരു മൺസൂൺ ടൈമിൽ, എനിക്കൊന്ന് കഴിഞ്ഞ വർഷം വന്നു തോന്നുന്നു, നമ്മൾ പോയപ്പോൾ ഇതുവഴിയൊക്കെ നിർത്തി കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും കിടിലം വ്യൂ. അവിടെയൊക്കെ പ്രൂണിങ് കഴിഞ്ഞ് എന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പം രണ്ടാമത് തേയില മുളച്ച് വരണം. എല്ലാം വെട്ടി നിർത്തിയിരിക്കുക അവിടെ, അല്ലെങ്കിൽ ആ പച്ച കളർ നമുക്ക് കിട്ടിയേനെ. ആ സൈഡിലൊക്കെ നല്ല പച്ച കളറുണ്ട്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. ദേ ആ ഭാഗത്ത് നമുക്ക് ഏലപ്പാറ ടൗൺ കാണാം. കണ്ടോ, ദേ അവിടെ നേരെ നമുക്ക് കാണുന്നത് ഏലപ്പാറ ടൗൺ ആണ്. പോയേക്കാം, അധികം സമയം കളയണ്ട അല്ലേ. വ്യൂ പോയിൻറ്റിൻ്റെ മുന്നിലൊക്കെ ഐസ്ക്രീം പാർലറുണ്ട്. അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ. ഇവിടെ എന്തോ വലിയ പരിപാടികളൊക്കെ വരാൻ പോവുക. കല്ലൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. ആ കാണുന്നതാണ് ഏലപ്പാറ ടൗൺ കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് അതുവഴി വേണം നമ്മുടെ സ്റ്റേയിലേക്ക് പോകാൻ. ആക്ച്വലി ഞാൻ വിചാരിക്കുന്ന സ്റ്റേയിൽ പോയി ബാഗ് വെച്ചിട്ട് കറങ്ങാൻ ഇറങ്ങിയാലോ ഒന്ന്, അല്ലെങ്കിൽ ഈ ബാഗും കൊണ്ട് എല്ലായിടത്തും പോകേണ്ടി വരും. നമുക്ക് നോക്കാം, കാരണം മഴ പെയ്താലുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ്. അല്ലെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഏലപ്പാറ ടൗൺ. ഇതൊരു ചെറിയ ടൗണാണ്, പക്ഷേ അത്യാവശ്യം ഒരുപാട് കടകളും ചെറിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട് അപ്പുറത്ത്. അതേപോലെ പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടിക്കാലത്തെ പെട്രോൾ പമ്പ് അടച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് പുതിയത് വരാൻ പോകുകയാണെന്ന് തോന്നുന്നു. അവിടെ ഉള്ളൂ പെട്രോൾ പമ്പ്. അത് നേരെ പോയ ഏലപ്പാറ പെട്രോൾ പമ്പ്. നമുക്ക് വാഗമൺ പോകണമെങ്കിൽ ലെഫ്റ്റാണ് പോകേണ്ടത് കേട്ടോ. നമ്മൾ നേരത്തെ മുകളിൽ ആ ഭാഗത്താണ് നിന്ന് കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് നോക്കിയത്. അതെ, ഫാക്ടറി ഔട്ട്ലെറ്റൊക്കെ ഉണ്ട് ടൈഫോഡ് ടീയുടെ. ടൈഫോഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, അതായത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഫാക്ടറിയാണ് കേട്ടോ. അതുപോലെ ഇവിടെ നമ്മൾ വരുമ്പോൾ DTPCയുടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റൊക്കെ കാണാം കേട്ടോ. ഇവിടെ പലരും നിർത്തി ചായ കുടിക്കാറൊക്കെ ഉണ്ട്. നല്ലൊരു സ്പോട്ടാണ്. തൊട്ടപ്പുറത്തൊരു ചെറിയ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിർത്തുന്നില്ല. മുമ്പ് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ പ്ലാസ്റ്റിക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം, അങ്ങനെ ഒരു 10 രൂപ ചേച്ചിമാർ മേടിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് മഴ തുടങ്ങിയോണ്ടാണോ എന്നറിയില്ല, അതോ ആളിന്ന് തിരക്ക് കുറവാണെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഇന്നൊരു വീക്ക് ഡേ ആണ്. സാധാരണ ഞാൻ ഇതുവഴി മുമ്പ് വന്നിട്ടുള്ളപ്പോൾ അങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ട് ആ ചെക്ക് പോസ്റ്റിൽ, ഇതേ അവിടെ. പക്ഷെ ഇപ്പോൾ അവിടെ ആൾക്കാരെ കാണുന്നില്ല. അത് ആ വഴിയാണ് നമ്മൾ വന്നത് കേട്ടോ. നിങ്ങൾക്കറിയായിരിക്കും. എന്നാലും നമ്മൾ ആ മുകളിൽ നിന്ന് ഈ റോഡ് കണ്ടായിരുന്നു. എൻ്റെ അമ്മോ, എന്തൊക്കെ പറഞ്ഞാലും മഴക്കാലത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി മഴ പെയ്യുന്നില്ല. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറും. കാരണം അതാണ് ഉണ്ടോ, അത് അവിടെയൊക്കെ കാർമേഘം ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും വാഗമണിലൊക്കെ മഴയായിരിക്കും ചിലപ്പോൾ. ഹെവി റെയിൻ അല്ലായിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ സിപ്പ് ലൈൻ, പുതിയ വരാൻ പോകുന്ന സിപ്പ് ലൈൻ്റെ ഒരറ്റം ഇവിടെയാണെന്ന് തോന്നുന്നു. വാഗമണിലും ഉണ്ടല്ലോ ഇപ്പോൾ ഒരു നമ്മുടെ ആ കാരിക്കാട് വ്യൂ പോയിൻറ്റിൽ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഇൻ വാഗമൺ എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ വെച്ചിട്ടുണ്ട്. ഓ, കിടിലൻ തേയില തുറന്ന് അതിൻ്റെ നടുക്കൊരു വലിയ മരം. കിടിലല്ലേ അത്, എൻ്റെ പൊന്നോ. ഈ ഭാഗത്തെ തേയിലത്തോട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പ്രത്യേകിച്ച് ഇതേപോലെ ഒരു വീക്ക് ഡേ ഒക്കെ വരികയാണെങ്കിൽ ആരും കാണത്തില്ല. നമുക്കിങ്ങനെ പതുക്കെ ബൈക്ക് ഓടിച്ച് പോവാം. കിടിലൻ എക്സ്പീരിയൻസ്. ഒരുപാട് പ്രാവശ്യം ഞാനിത് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും എത്ര വന്നാലും മതിയാവില്ല. ഓ, മഴയൊക്കെ പെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഗ്രീനിഷ് കളർ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം. അടിപൊളിയല്ലേ. ഓ, എൻ്റെ പൊന്നോ, ടൈഫോഡ് എസ്റ്റേറ്റ് പൊളി. അവിടെയൊക്കെ കോടമഞ്ഞതേ, മേഘം വന്ന് മുട്ടി നിൽക്കുന്നുണ്ടോ. നമ്മൾ മിക്ക ഹിൽ സ്റ്റേഷനിൽ പോകുമ്പോഴും ഇത് ഇങ്ങനെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കാണാം. കണ്ടോ, കാണിച്ചു തരാം. മൂന്നാറിലും ഉണ്ട് പല സ്ഥലത്തും ഇങ്ങനെ. ഹൈ റേഞ്ചുകളിലൊക്കെ ഇങ്ങനെ ഒരു നടുക്ക്. ഇതൊരു കിട്ടിലും ഫീലായിരിക്കുമല്ലോ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ. കൊള്ളാം. ഇതുണ്ടോ ഈ ഒരു ബിൽഡിങ്? എനിക്കൊന്ന് നമ്മുടെ മല്ലു ഡോൺ ട്രാവലറിൻ്റെ വീഡിയോയിൽ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ അവിടെ ഇറങ്ങുന്നുണ്ട്. ഒരു ചെറിയ ബംഗ്ലാവ് പോലെ എന്തോ ആണ്, പക്ഷെ അത് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു ഹോം സ്റ്റേക്കെങ്കിലും കൊടുക്കായിരുന്നല്ലേ, കാരണം ചുറ്റും നല്ല കിടിലം വ്യൂവാണ്. അവിടെ കുറേ ലയങ്ങളൊക്കെ ഉണ്ട് തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ. എനിക്കൊന്നും അത് അടച്ചു പോയി, ഇപ്പോൾ വർക്ക് മെയിൻ്റനൻസ് ആയി പോയെന്ന് തോന്നുന്നു. കാരണം ഒരു കാടിൻ്റെ നടുക അത്. ഓ, കിടിലൻ റോഡ്, കിടിലൻ ക്ലൈമറ്റ്, രക്ഷയില്ല.
ഇതാണ് നമ്മുടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ള ഇതിനകത്താണ്. ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റേ സൈഡിലാണ് തോന്നുന്നു ടിക്കറ്റ് കൊടുക്കുന്നത്. ഇവിടെ എന്തെങ്കിലും പണി നടക്കുമായിരിക്കും. നമ്മൾ മുമ്പ് വന്നപ്പോഴും അങ്ങനെയായിരുന്നു. ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ, നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളും വന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതും നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഗമണിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ബുൾ ഫാം കേട്ടോ. പക്ഷേ നമുക്കിവിടെ ഇതിനകത്ത് ഇപ്പോൾ അലൗഡ് അല്ല. പണ്ട് ഇവിടെ കയറ്റി വിടുമായിരുന്നെന്ന് പറയുന്നത് കേട്ടോ. വിസിറ്റേഴ്സ് അലൗഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കിട്ടില്ല. ഒരു ഫോറിൻ ലുക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ പിന്നിലാണ് കേട്ടോ പൈൻ വാലി, വാഗമണിലെ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും വരുന്ന പൈൻ ഫോറസ്റ്റ് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നില്ല കേട്ടോ. നമ്മൾ ഡയറക്റ്റ് നേരെ നമ്മുടെ ഇഷ്ട ഡെസ്റ്റിനേഷനായ പുള്ളിക്കാനത്തേക്ക് പോവുകയാണേ. ഇവിടെയാണ് അതിൻ്റെ പേ ആൻഡ് പാർക്ക് ഏരിയ. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് ഇവിടെയാണ് വാഗമണിൽ നമ്മുടെ ബിവറേജ് തുറന്നിരിക്കുന്നത് കേട്ടോ. പ്രീമിയം ഒക്കെ ഉണ്ട്. ഇതാണ് ഉണ്ടോ, മുകളിലത്തെ നിലയിൽ പ്രീമിയം. ഞാൻ പറയാൻ കാരണം മുമ്പ് വാഗമണിൽ ഇല്ലായിരുന്നു, റീസെൻ്റ്ലി തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഉളുപ്പുണ്ണി ഭാഗത്തേക്കൊക്കെ പോകുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. അതാ ഈ റൈറ്റ് കാണുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 തവണയെങ്കിലും അവിടെ പോയി ഉളുപ്പുണ്ണിയിലൊക്കെ പോയി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഉളുപ്പുണ്ണി വേറെ ലെവലാട്ടോ, അത് വേറൊരു ഫീലാണ്. കുറേ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീപ്പ് റൈഡൊക്കെ പൊളിയാണ്. ഇപ്പോൾ കുറേ ഭാഗം ടാറൊക്കെ ചെയ്ത് നല്ല കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു കിടില സ്പോട്ടല്ലേ. അത് അപ്പുറത്തെ റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതിവിടെ നിന്ന് നേരെ പോയാൽ നേരെ താഴെ കൊക്കയെന്ന് വെച്ചാൽ നല്ല താഴെ സ്റ്റീപ്പാണ് താഴോട്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലെത്തുമ്പോൾ ഈ റോഡ് കാണാൻ പറ്റും. ഓഹ്, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. ഇതാ അവിടെ കണ്ടോ, നേരെ കോട. ഇവിടെയൊക്കെ കുറേ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ ചെറിയ ചെറിയ ഹോം സ്റ്റേസും റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. ഓഹ്, അടിപൊളി. ശരിക്കും ഒരു കിടിലം ലൊക്കേഷൻ. ഇവിടെയൊക്കെ വേസ്റ്റ് ഇട്ടിരിക്കുന്നത് അതെങ്ങനെയാണെന്തോ. ഇവിടെ വഴിയിലൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ ഇടുവോ? നമ്മൾ ഇതിൻ്റെ താഴെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒരു സ്റ്റോൺ വില്ലയിൽ. അങ്ങനെ നമ്മൾ പുള്ളിക്കാന എസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതൊക്കെ പുള്ളിക്കാനത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇതൊരു കിടിലം ഏരിയ, നല്ലൊരു എന്താ പറയുക, ഒരു ഫോട്ടോ പോയിൻ്റാണിത്. അതുകൊണ്ടോ ഇവിടെ ഒരു ലേക്കാണ്. ഈ ലേക്കിൽ നിങ്ങൾ പലരും ഇറങ്ങുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു റിസോർട്ടാണ് വേണമെങ്കിൽ ഒരു അടയാളമായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഈ റിസോർട്ടിലേക്ക് ലൊക്കേഷൻ ഇട്ടാൽ മതി. അവിടെയൊക്കെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇത് കിട്ടില്ല സ്പോട്ടാണ്. മുമ്പ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി. അത് ഇവിടുത്തെ തേയിലത്തോട്ടമാണെങ്കിൽ നല്ല എന്താ പറയുക, മുടി ചീകി ഒതുക്കി വെച്ചിരിക്കുന്നതല്ല കണ്ടോ. ഇവിടെ ഇങ്ങോട്ട് മുമ്പിലോട്ട് പോകുമ്പോഴേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്പോട്ട്. ഇപ്പോൾ വെള്ളം വരുന്നില്ല. മുമ്പ് അതോ അവിടെ ചെറിയ രീതിയിൽ അരുവി ഒഴുകുന്നുണ്ട് കണ്ടോ. ഇതോ കണ്ടോ. നമ്മൾ മുമ്പ് വേറെ കുറച്ച് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നപ്പോൾ നമ്മളിവിടെ നിർത്തി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ആ വീട് കണ്ടോ. ആ വീട് കുറേ മലയാള സിനിമകളിലുണ്ട് കേട്ടോ. പാവാട സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഈ ഇത് കാണിക്കുന്നത്. വേറെയും കുറേ സിനിമകളിലുണ്ടെന്ന് പറയുന്നു. അതോ അങ്ങോട്ടൊക്കെ ബൈക്ക് ഓടിച്ച് പോയാൽ കിടിലുമായിരിക്കും അല്ലേ. ഇതാണ് അങ്ങനെ നമ്മൾ പുള്ളിക്കാനത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പുള്ളിക്കാനം ഭാഗത്തേക്ക് കടന്നപ്പോൾ തന്നെ ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ മാറിയതുണ്ടോ, ഒരു വേറൊരു ഫീല്.
മൊത്തത്തിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇതുവരെയും, പക്ഷേ നന്നായിട്ടുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ റോഡ് ഇത്തിരി വൈഡൻ ചെയ്യുവാണെന്ന് തോന്നുന്നു കേട്ടോ, ഈ ഭാഗത്തോട്ടൊക്കെ. എന്തായാലും നല്ല കാര്യം തന്നെ. ഓ തേയിലത്തോട്ടം കണ്ടിട്ട് മതിയാവുന്നില്ല, ഒരിക്കലും മടുക്കാത്തൊരു സംഭവം ഈ ഇത്രയും ഭംഗിയുള്ള തേയിലത്തോട്ടമായി എത്ര കണ്ടാലും മതിയാവത്തില്ല. അവിടെയൊക്കെ തേയില നുള്ളുന്നുണ്ട്. അയ്യോ, ഇവിടെ പുള്ളിക്കാനെത്തിയപ്പോഴത്തേക്കും പിന്നെയും മഴ തുടങ്ങിയല്ലോ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് പള്ളിയാട്ടോ, നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സെൻറ് തോമസ് ചർച്ച്. ആക്ച്വലി ഇതിൻ്റെ ചുറ്റും നല്ല വ്യൂ ആണ്. ഇതാണ് ആക്ച്വലി പുള്ളിക്കാനം കവല എന്നൊക്കെ പറയാം കേട്ടോ. അതെ, ആ ഭാഗത്താണ് പുള്ളിക്കാനം കവല. നമുക്ക് പറ്റുവാണെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് പോകാം. ഇതാണ് ആ ചർച്ച കേട്ടോ. പലരും ഇവിടെ വന്ന് ഡ്രോൺ ഷോട്ട്സൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇവിടെ നിന്ന് തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ഭംഗി ഏറ്റവും കിടിലമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ പുള്ളിക്കാനത്തുള്ള സെൻറ് തോമസ് ചർച്ചിൻ്റെ മുൻപിലുള്ള കാഴ്ചകൾ. മനോഹരമായൊരു തേയിലത്തോട്ടം. ഇത് ആക്ച്വലി നമ്മുടെ പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പേര് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല, അത്ര തെളിഞ്ഞ കാലാവസ്ഥ അല്ലാത്തത് കൊണ്ടും നമ്മൾ അധികം ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് അവിടെ നിന്നില്ല. പതുക്കെ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പുള്ളിക്കാനം ടീ എസ്റ്റേറ്റിൻ്റെ ഫാക്ടറി കേട്ടോ, ടീ ഫാക്ടറി. കുറച്ച് പേരൊക്കെ മറ്റേ റെയിൻകോട്ടൊക്കെ ഇട്ട് നടന്നു വരുന്നുണ്ട്. ഇവിടെ ഒരു ബംഗ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഈ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആരുടെയെങ്കിലും മാനേജർമാരുടെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ടീ ഫാക്ടറി. നമ്മൾ ഇവിടെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. 200 രൂപയോ 100 രൂപ 150 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ തേയിലയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ പുള്ളിക്കാനം കവല. ഈ കടയൊക്കെ അടച്ചു കിടക്കാം. ഇതിൻ്റെ പിന്നിലൊരു പള്ളിയുണ്ട്. അതായത് ഇങ്ങോട്ട് പോയാൽ തൊടുപുഴ, ഇതുവഴിയും തൊടുപുഴയാണ്, പക്ഷേ ഇത് മൂലമറ്റം വഴി പോവാം. ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കാഞ്ഞാർ പുള്ളിക്കാനം റോഡ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, അതുണ്ടോ, എനിക്ക് ഈ ഒരു റോഡ് ഭയങ്കര കിടിലമായിട്ട് തോന്നി കേട്ടോ. നല്ല രീതിയിൽ അത് ഒന്നാമത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റോഡുമാണ്. മാത്രമല്ല നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായത് കണ്ടോ. റോഡ് ഇങ്ങനെ വൈൻഡിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ കയറി നിൽക്കാൻ സ്ഥലമൊന്നുമില്ല. ഓ, അടിപൊളി അടിപൊളി. ഈ മഴ ഉള്ളതൊഴിച്ചാൽ ബാക്കിയൊരു കിടിലം ഫീലാട്ടോ. എൻ്റെ ദൈവമേ, ഈ മഴ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമായിരുന്നു. ഇതിപ്പോൾ ക്യാമറയൊന്നും പുറത്തെടുക്കാനും പറ്റില്ല, ഡ്രോൺ പറത്താനും പറ്റില്ലല്ലോ. ഓഷരാ, പുള്ളിക്കാനത്തേക്ക് ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. എനിക്കൊന്ന് ഒരുപാട് വീഡിയോസിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഓ, അതും കിട്ടില്ല. ഇത് അവിടെ ഒരു വീടാണോ അത് തേയിലത്തോട്ടം വർക്ക് ചെയ്യുന്നവരുടെ ലയങ്ങൾ. ഇതൊക്കെ ലയങ്ങളാണ് കണ്ടോ. വെയിലും ഉണ്ട് മഴയും ഉണ്ട്. അവിടെ നിന്നൊക്കെ തേയില നുള്ളിയിട്ട് ചേച്ചിമാര് നടന്നു വരുന്നുണ്ട്. ഹേയ്, നല്ല വെയിലുണ്ടല്ലോ, നല്ല വെയിലുണ്ട്, അതേസമയം മഴയും പൊടിയുന്നുണ്ട്. എൻ്റെ അമ്മോ, കിടിലം വ്യൂ, കിഡിലോസ്കി വ്യൂ. ഇതൊരു വ്യൂ പോയിന്റ് കേട്ടോ. ഒരു കുറച്ച് പേരൊക്കെ ഇവിടെ കയറുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു കുരിശൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇതാ കണ്ടോ, അവിടെ നിൽപ്പുണ്ട് ആൾക്കാർ. ആ ഭാഗത്ത് നമുക്ക് നേരെ ആ വണ്ടി ഇറങ്ങുന്നുണ്ടോ, അതാണ് ഇവിടുത്തെ എസ് വളവ് അല്ലെങ്കിൽ ചുംബന വളവ് എന്നൊക്കെ പറയും. അവിടെ നിന്ന് ആക്ച്വലി നമുക്ക് നേരെ നമ്മുടെ ഇല്ലിക്കൽ കല്ലാണ് കാണേണ്ടത്, പക്ഷെ അത് കാണുന്നില്ല. നേരെ അത് മൂടി നിൽക്കുന്നത് നമ്മുടെ ഫുള്ളായിട്ട് ഫോഗ് മൂടി നിൽക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇല്ലിക്കൽ കല്ല് കാണാമായിരുന്നു.
എൻ്റെ അമ്മോ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഓർഡിനറിയിൽ ബസ് ബ്രേക്ക് ഡൗൺ ആവുന്നതും ഒക്കെ ഇതിൻ്റെ അടുത്താണ് കേട്ടോ. അതുപോലെ തന്നെ ദൃശ്യം മൂവിയില്ലേ ഫസ്റ്റ് പാർട്ട്, അതിൽ നമ്മുടെ ഈ ഒരു ചുംബന മുനമ്പ് വിളവ് കാണിക്കുന്നുണ്ട്. അവിടെ മറ്റേ മൊബൈൽ കൊണ്ട് ഒരു ലോറിയുടെ പുറകിലിടുന്നില്ലേ, അതൊക്കെ അവിടെയാണ്. പിന്നെ ഈ വഴിയൊക്കെ ഓടിച്ച് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ജോസഫ് സിനിമയിലെ ആക്സിഡൻറ്റ് സീന് ഇതിൻ്റെ അപ്പുറത്താട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ആ ചായക്കടയൊക്കെ ഇപ്പം കുറച്ചുകൂടെ നല്ല ഡെവലപ്ഡായി. അയ്യോ, ഇവിടെ പിന്നെയും ഫോഗാണല്ലോ. വെയിലും ഉണ്ട് ഫോഗും ഉണ്ട്. ഇതെങ്ങനെ രണ്ടും കൂടെ പറ്റുമോ? ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചായക്കട. ഈ ചായക്കട നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഇവിടെ വന്നു കേട്ടോ. ഓഫ് റോഡ് ബൈക്കൊക്കെ എടുത്ത് കുറച്ച് നമ്മൾ കയറിയില്ലേ, അതവിടെ ആയിരുന്നു. പിന്നെ ഈ കട ഇവർ ഇപ്പോഴും അടച്ചു കിടക്കുകയാണ്. അപ്പോൾ ഈ കടയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഈ വണ്ടി ഇടിച്ചതൊക്കെ സീനൊക്കെ അവിടെയാണ് കേട്ടോ, ആ കല്ലിന്മേല. ഇവിടെ ഒരു വഴിയുണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോയാലും. അതേ നമ്മുടെ ബൈക്ക് അവിടെ വെച്ചു. അതെ അവിടെ നിന്നൊക്കെ കോട വരുന്നുണ്ട്. അതെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചായക്കട കേട്ടോ. ആ ഭാഗത്താണ് ജോസഫിൻ്റെ ആ ആക്സിഡൻറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തത്. ഇതോ ആ കല്ലൊക്കെ ഇപ്പോഴും ഉണ്ട് കണ്ടോ അവിടെ. നമ്മൾ ഇതിനടുത്ത് ഒരു ചെറിയ വ്യൂ പോയിൻ്റ്. അത് ആക്ച്വലി പുള്ളിക്കാനത്ത് ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് വ്യൂ പോയിൻറ്റുകളുണ്ട്. അതായത് നമുക്ക് ഒരുപാട് നടന്ന് കയറാൻ വേണ്ട. അതേസമയം ഇതുവഴി ഒരു അരുവി പോകും. അതേസമയം നമുക്ക് ആ വ്യൂ പോയിൻറ്റിൽ കയറിയാൽ തന്നെ നല്ല അത്യാവശ്യം നല്ല കിടിലം വ്യൂ കിട്ടുകയും ചെയ്യും. കാരണം ഇത് ഓൾറെഡി നല്ല ഹൈറ്റിലാണ് ഈ ഒരു റോഡ് ഇരിക്കുന്നത്, കാഞ്ഞാർ പുള്ളിക്കാന റോഡേ. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ചൊന്ന് നടന്ന് കയറി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു നല്ല വാലി വ്യൂ കിട്ടുന്ന കിടിലം വ്യൂ പോയിൻറ്റ്സ് എനിക്ക് തോന്നുന്നു ഒരു 2-3 എണ്ണമെങ്കിലും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ ബൈക്ക് കയറ്റാറുണ്ടേ. നമുക്ക് പിന്നെ പേടിയായതുകൊണ്ടും ഇത് അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് കണ്ടോ. ഇതൊരു എനിക്കൊന്ന് ഹിമാലയനൊക്കെ കയറുമായിരിക്കും. ആക്ച്വലി നമ്മുടെ വണ്ടി ഇതിൻ്റെ താഴെ കേട്ടോ. അപ്പോൾ ഇതുവഴി വന്നപ്പോൾ ജീപ്പൊക്കെ കയറിപ്പോകുന്ന പോലെ ഒരു ട്രാക്ക് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്ന് നോക്കുന്നു, ഇവിടെ എല്ലാം കാണാൻ പറ്റും നോക്കാം. ആകെ ഒരു പ്രശ്നം ഈ കോട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ടേ നമുക്ക് മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടോ അവിടെ നിന്നൊക്കെ വണ്ടികൾ വരുന്നുണ്ട്. കുറച്ചൊന്ന് ക്ലിയർ ആയിരുന്നെങ്കിൽ നമുക്ക് നല്ല ഡ്രോൺ ഷോട്ട്സൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ അതെ ഇതാണ് ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ. അടിപൊളി. എന്താ നേരെ താഴെ സ്റ്റീപ്പാണ് കണ്ടോ. ഇതാണെന്ന് തോന്നുന്നു ഒരു പക്ഷിപ്പാതാണെന്ന് പറയുന്ന സ്ഥലം. അതായത് അങ്ങോട്ടും വേണമെങ്കിൽ പോകാം, നമുക്ക് ബൈക്കൊക്കെ കൊണ്ടുപോകാം. പക്ഷേ ഇതും കൊള്ളാം കേട്ടോ. ആക്ച്വലി ഇവിടെ ബൈക്ക് കയറ്റിയാലും കൊള്ളായിരിക്കും. പക്ഷെ നേരെ താഴെ കണ്ടോ നല്ല ഡെപ്തുണ്ട്. അപ്പുറത്തെ കുന്നിൻ്റെ മണ്ടയിലും ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. അത് ചിലർ ബൈക്കൊക്കെ ഓടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാനത്തിന് ഒരു ഗുണം ഇതാണ്, പല സ്ഥലത്തും നമുക്ക് ബൈക്കും കാറൊക്കെ ഓടിച്ച് കയറ്റാൻ പറ്റും. ഭയങ്കരമായ ഓഫ് റോഡൊന്നും അല്ല കണ്ടോ. അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ സ്ഥലം വിടാം. നിങ്ങൾ വിചാരിക്കുമായിരിക്കും പിന്നെയും പുള്ളിക്കാനം. അതായത് റീസെൻ്റ്ലി തന്നെ നമ്മൾ ഈ മാസം തന്നെ നമ്മൾ തുടക്കത്തിൽ പുള്ളിക്കാനത്ത് വന്നായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടും നല്ല കിടിലം വ്യൂസും നല്ല കിടിലം വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇപ്പോഴും ക്ലൈമറ്റ് ഇങ്ങനെ തന്നെ കേട്ടോ, മാറിയിട്ടില്ല. മഴയൊന്നും അത്ര വലിയ മഴയില്ലെങ്കിലും കോടമഞ്ഞിനൊരു കുറവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വ്യൂസൊന്നും കിട്ടത്തില്ല. ഫുള്ള് ഇങ്ങനെ കോടമഞ്ഞ് തന്നെ കണ്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ വേനൽക്കാലത്തോ അല്ലെങ്കിൽ ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ടൈം നോക്കി നമുക്ക് പിന്നെയും വരേണ്ടി വരും. അതായത് നല്ല വെയിലും ക്ലിയർ സ്കൈ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരിക്കൽ കൂടെ വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ മിനി ഹെലികോപ്റ്ററൊക്കെ പറത്തി നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പതുക്കെ നമുക്ക് പോവാം. നല്ല വിശപ്പ് വന്നു തുടങ്ങി. അപ്പോൾ ഏകദേശം അരമണിക്കൂറോളം നമ്മളവിടെ വെറുതെ ഇരുന്നു. കാഴ്ചകൾക്ക് വലിയ വ്യത്യാസമൊന്നും വന്നില്ല. കാരണം ഫുൾ ടൈം കോടമഞ്ഞിൽ മൂടിയൊരവസ്ഥയായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമ്മൾ പതുക്കെ ഇറങ്ങി മുന്നോട്ട് പോയി. അപ്പോൾ നല്ല വിശപ്പടിച്ച് തുടങ്ങിയതുകൊണ്ട്
വഴിയിൽ കണ്ട ഈ കടയിൽ നിന്ന് നല്ല ചൂട് മാഗിയും കഴിച്ച് നമ്മുടെ സ്റ്റേയിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നു. നമ്മുടെ കുട്ടിക്കാനത്തുനിന്ന് വാഗമണിലേക്കും അവിടെ നിന്ന് പുള്ളിക്കാനത്തേക്കുള്ള ഒരു ചെറിയ ബൈക്ക് ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കാഞ്ഞാർ പുള്ളിക്കാനം റോഡാണ് നമ്മുടെ പിന്നിൽ. അപ്പോൾ എന്തായാലും വിചാരിച്ചത്ര കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റിയില്ല, കാരണം കോടമഞ്ഞും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടെ ഈ ഭാഗത്തേക്ക് വരേണ്ടി വരും, നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. വാഗമണിൽ തന്നെയുള്ള ഒരു കിടിലം സ്റ്റേയുടെ വീഡിയോ ആണ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്, ചുറ്റും നല്ല കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ആ വീഡിയോ കൂടെ കാണുക. എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.